അപ്പം എല്ലാം കൂടി കൂട്ടിയിട്ട് ഏകദേശം ഒരു 50,000 രൂപയുടെ അടുത്ത് തുടക്കത്തിൽ തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾക്ക് ശമ്പളം ലഭിക്കുന്ന ഒരു പോസ്റ്റാണിത്. നമസ്കാരം, ടാൻഡം PSCയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ കാത്തിരുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്കറിയാം, ഇത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്നാണ് നമ്മൾ പറയാറുള്ളത്. യഥാർത്ഥത്തിൽ ഈ പോസ്റ്റിന്റെ പേര് അസിസ്റ്റന്റ് ബാർ ഓഡിറ്റർ എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ പ്രൊഫൈലിൽ കയറിയിട്ട് എവിടെയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് തെരഞ്ഞിട്ട് കാര്യമില്ല. അസിസ്റ്റന്റ് ബാർ ഓഡിറ്റർ എന്ന് പറഞ്ഞിട്ടാണ് ഇതിന്റെ പോസ്റ്റ് ഉള്ളത്. ഇതിന്റെ നിയമനം നടക്കുന്നത് പ്രധാനമായിട്ടും സെക്രട്ടേറിയറ്റിലേക്ക് ആയതുകൊണ്ട് ആ പേര് അങ്ങനെ പറഞ്ഞു വരുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ആദ്യം തന്നെ അതിന്റെ പേര് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അസിസ്റ്റന്റ് ബാർ ഓഡിറ്റർ എന്നതാണ് ഈ തസ്തികയുടെ പേര്. അപ്പോൾ ഡിസംബർ 31 ഡേറ്റ് വെച്ചിട്ടാണ് ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഗസറ്റിൽ വന്നിട്ടുള്ളത്. വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. ഒരു പക്ഷേ ഇന്നത്തോടു കൂടി അപ്ഡേറ്റ് ആകും. അതിന്റെ പൂർണ്ണമായിട്ട് സിലബസും ആ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ സിലബസ് വന്നതിന് ശേഷം ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഇതിന്റെ പ്രധാനപ്പെട്ട നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ഡിഗ്രിയാണ് ഇതിന്റെ യോഗ്യത എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു ഡിഗ്രി പാസ്സായ ആൾക്ക് ഈ എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഡിഗ്രി യോഗ്യതയുള്ള നല്ല ഒരു ഗ്ലാമർ പോസ്റ്റ് തന്നെയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും കാണാൻ വേണ്ടി ശ്രമിക്കുക. ആദ്യമായിട്ട് നമ്മൾ ഇതിന്റെ പ്രായപരിധിയാണ് പറയുന്നത്. ഇതിന് അപേക്ഷിക്കാനുള്ള പ്രായപരിധി എന്ന് പറയുന്നത് 36 വയസ്സാണ്. ഈ 36 വയസ്സ് എന്ന് പറഞ്ഞാൽ അത് ജനറൽ കാറ്റഗറിക്കാണ് 36 വയസ്സ് വരുന്നത്. മറ്റ് സംവരണ വിഭാഗങ്ങൾക്ക് റിലാക്സേഷൻ ഉണ്ട്. OBC വിഭാഗത്തിന് 3 വയസ്സ് വരെ കൂടുതലുണ്ട്. അതായത് 39 വയസ്സ് വരെയുള്ള ആളുകൾക്ക് OBC വിഭാഗത്തിൽ നിന്നും അപേക്ഷിക്കാം. അതോടൊപ്പം SC/ST വിഭാഗങ്ങൾക്ക് 5 വർഷത്തെ വയസ്സിൽ ഇളവുണ്ട്. അതായത് 41 വയസ്സ് വരെ SC/ST വിഭാഗങ്ങൾക്ക് അപേക്ഷിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ആ രീതിയിലാണ് ഇതിന്റെ പ്രായപരിധി വരുന്നത്. ഈ പ്രായപരിധി കണക്കാക്കുന്നത് 2024 ജനുവരി 1 വെച്ചിട്ടാണ്. അതായത് 2021 ജനുവരി 1 ശേഷം, ഇനി ജനുവരി 2 ഒരാൾക്ക് ഈ പറയുന്ന പ്രായപരിധി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അയാൾക്ക് ഇത് അപേക്ഷിക്കാം. ജനുവരി 1 വെച്ചിട്ട് ജനുവരി 2 ജനിച്ച ഒരാളാണെങ്കിൽ അവർക്ക് ഈ 2024 ജനുവരി 2 കൂടി ഈ പ്രായപരിധി അവസാനിക്കുന്നുണ്ടെങ്കിൽ പോലും അവർക്കും ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം 2024 ഡിസംബർ 31 ഡേറ്റ് വെച്ചിട്ട് നോട്ടിഫിക്കേഷൻ ഇറങ്ങിയത് കൊണ്ട് തന്നെ 2024 ജനുവരിക്ക് മുമ്പ് പ്രായപരിധി കഴിയുന്ന ആളുകൾക്ക് മാത്രമേ ഇതിൽ അപേക്ഷിക്കാൻ പറ്റാത്തതുള്ളൂ. അല്ലാത്തവർക്കൊക്കെ ഇതിൽ അപേക്ഷിക്കാം. ആ കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ 2024 ജനുവരി 1 മുമ്പ് ഈ പറയുന്ന പ്രായപരിധി, അതായത് 36 വയസ്സ് ജനറൽ കാറ്റഗറിക്ക്, OBC ആണെങ്കിൽ 39 വയസ്സ്, SC/ST ആണെങ്കിൽ 41 വയസ്സ്. ഈ വയസ്സ് കവിയാത്ത ആളുകൾക്ക് ഈ ഒരു എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നമുക്കൊക്കെ അറിയേണ്ട ഒരു കാര്യമാണ് ഇതിന്റെ ശമ്പളം എത്രയാണെന്നുള്ളത് അല്ലെ. എത്രയാണ് ഇതിന്റെ ശമ്പളം? ഇതിന്റെ ശമ്പളം എന്ന് പറയുന്നത് 39,300 മുതൽ 83,000 വരെയാണ് ഇതിന്റെ ശമ്പളം. അപ്പൊ അങ്ങനെ സംശയം ഉണ്ടാകും, എന്താണ് ഈ 39,300 മുതൽ 89,000 എന്ന് പറഞ്ഞാൽ, അല്ല 83,000 എന്ന് പറഞ്ഞാൽ എന്നുള്ളത് ഒരു സംശയം ഉണ്ടാകും അല്ലെ. അതായത് നമ്മൾ ബേസിക് സാലറി നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് കിട്ടുക 39,300 ആണ് ബേസിക് സാലറി കേട്ടോ. മറ്റു ആനുകൂല്യങ്ങളുണ്ട്, അത് ഞാൻ വിശദീകരിക്കാം. അപ്പൊ ബേസിക് സാലറി നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് കിട്ടുന്നത് 39,300 ആണ്. പിന്നെ അത് ഓരോ വർഷവും ഇൻക്രിമെന്റ് ഉണ്ടാകും. ആ ഇൻക്രിമെന്റ് വന്ന് ഇത് എത്ര വരെ പോകും? 83,000 വരെ പോകും എന്നുള്ളതാണ് ആ കണക്ക് പറയുന്നത്. പിന്നെ ഇതിന്റെ കൂടെ നമുക്ക് കിട്ടുന്ന മറ്റു ആനുകൂല്യങ്ങളാണ്. ഒന്ന് DA കിട്ടും. DA എന്ന് പറയുന്നത് ഇപ്പോൾ 12% ഓരോ വർഷവും ജനുവരിയിലും ജൂണിലും DA ഇൻക്രിമെന്റ് ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇപ്പോൾ ഒരു 2-3 വർഷമായിട്ട് സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ കാരണം കൃത്യമായിട്ടുള്ള DA വർധനവ് വരുന്നില്ല. യഥാർത്ഥത്തിൽ ഇപ്പോൾ 20% കഴിയേണ്ടതാണ് DA. പക്ഷെ ഇപ്പോൾ 12% ഇപ്പോൾ ലഭിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ ഈ ജോലിയിൽ കയറുന്നതിന് മുമ്പ് അതൊരു 20-30% ആയിക്കൂടായില്ല. അതൊക്കെ നിങ്ങളുടെ ഭാഗ്യം പോലെ ഉണ്ടാകും. ഏതിരുന്നാലും ഇപ്പോൾ 12% വെച്ചിട്ട് തന്നെ ഇതിനൊരു 4,760 രൂപയൊക്കെ DA ലഭിക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു ആനുകൂല്യം നിങ്ങൾക്ക് ലഭിക്കുന്നത് HRA ആണ്. അതായത് ഹൗസ് റെന്റ് അലവൻസ് എന്ന് പറയും. ഹൗസ് റെന്റ് അലവൻസ് വരുന്നത് അത് പിന്നെ ഒരു 4 കാറ്റഗറി ആയിട്ടാണ് വരുന്നത്. അതായത് ഒന്ന് ക്ലാസ് A കാറ്റഗറിയാണ് 10%. അതായത് നമുക്കറിയാം, ഇത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഈ തസ്തിക, അല്ലെങ്കിൽ അസിസ്റ്റന്റ് ബാർ ഓഡിറ്റർ എന്ന് പറയുന്ന തസ്തികയിലേക്ക് നിങ്ങൾക്ക് നിയമനം ലഭിക്കുക ഒന്നുകിൽ സെക്രട്ടേറിയറ്റിലായിരിക്കും. സെക്രട്ടേറിയറ്റിലാണ് നിയമനം ലഭിക്കുന്നതെങ്കിൽ സെക്രട്ടേറിയറ്റ് വരുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലാണ്. അങ്ങനെ തിരുവനന്തപുരം അല്ലെങ്കിലും ഏതെങ്കിലും ഒരു 6 കോർപ്പറേഷനുകളിൽ ഏതെങ്കിലും ഒരു കോർപ്പറേഷൻ പരിധിയിലാണ് നിങ്ങൾക്ക് നിയമനം ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന HRA എന്ന് പറയുന്നത് 10%. അതായത് 39,300ന്റെ 10%-മായ 3,930 രൂപ നിങ്ങൾക്ക് കോർപ്പറേഷൻ പരിധിയിലാണ് നിങ്ങളുടെ ഓഫീസ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് പിന്നെ HRA ആയിട്ട് കിട്ടും.
പിന്നെ ക്ലാസ് ബി ഉണ്ട് 8% HRA കിട്ടുന്നത്. അത് പിന്നെ മുനിസിപ്പാലിറ്റികൾ അതേപോലെ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ട് വരികയാണെങ്കിൽ, മുനിസിപ്പാലിറ്റികൾ ജില്ലാ ഹെഡ് ക്വാർട്ടേഴ്സ് ആയി വരികയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് എന്ത് കിട്ടും? 8% HRA കിട്ടും. ഇപ്പോൾ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ജില്ലാ ആസ്ഥാനത്ത്, ഇപ്പോൾ മലപ്പുറം അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയുടെ ആസ്ഥാനത്താണ്, കോഴിക്കോട് ജില്ലയുടെ ആസ്ഥാനമാകുമ്പോൾ സ്വാഭാവികമായിട്ട് കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ വരും. അതല്ലാത്ത ഒരു ജില്ലാ ആസ്ഥാനത്ത് ഒരു മുനിസിപ്പാലിറ്റി പരിധിയാണെങ്കിൽ അവിടെയാണ് നിങ്ങളുടെ ഓഫീസ് നിൽക്കുന്നതെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് PSC ജില്ലാ ഓഫീസിലാണ് നിയമനം കിട്ടിയതെങ്കിൽ, അതല്ലെങ്കിൽ ലോക്കൽ ഫണ്ട് ഓഡിറ്റിന്റെ ജില്ലാ ഓഫീസിലാണ് കിട്ടിയതെങ്കിൽ മിക്കവാറും അത് ഹെഡ് ക്വാർട്ടേഴ്സും മുനിസിപ്പാലിറ്റിയും ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അവിടെയും നിങ്ങൾക്ക് വരുന്നത് ഈ പറയുന്ന 8% HRA കിട്ടും. അതായത് ഒരു 3144 രൂപയാണ് ഈ 39,300ന്റെ 8% എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു എമൗണ്ട് കിട്ടും. ഇനി അതല്ലാത്ത മുനിസിപ്പാലിറ്റികൾ, ജില്ലാ ഹെഡ് ക്വാർട്ടേഴ്സ് അല്ലാത്ത ഒരു മുനിസിപ്പാലിറ്റിയിലാണ് നിയമനം ലഭിക്കുന്നതെങ്കിൽ അവിടെ വരുന്നത് 6% ആണ്. 6% എന്ന് പറയുമ്പോൾ 2358 കിട്ടും. ഇനി അതുമല്ല, ക്ലാസ് ഡിയിൽ വരുന്നത് 4% HRA ആണ്. അതായത് പഞ്ചായത്ത് പരിധിയിലാണ് നിങ്ങളുടെ ഓഫീസ് വരുന്നതെങ്കിൽ, ഒരു സെക്രട്ടറി അസിസ്റ്റന്റിന്റെ നിയമനത്തിൽ ഒരു പഞ്ചായത്ത് പരിധിയിൽ വരാൻ സാധ്യത കുറവാണ്. ഇങ്ങനെ ഏതെങ്കിലും ഓഫീസ് ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. മിക്കവാറും നിങ്ങൾക്ക് ഒരു മുനിസിപ്പൽ പരിധിയിലെങ്കിലും നിങ്ങൾക്ക് നിയമനം ലഭിക്കും. അങ്ങനെയാണെങ്കിൽ മിനിമം 2358 രൂപ HRA ഇനത്തിൽ നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ എല്ലാം കൂടി കൂട്ടിയിട്ട് ഏകദേശം ഒരു 50,000 രൂപയുടെ അടുത്ത് തുടക്കത്തിൽ തന്നെ, സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾക്ക് ശമ്പളം ലഭിക്കുന്ന ഒരു പോസ്റ്റാണിത്. ഇതിൽ നിന്ന് പിന്നെ നിങ്ങൾക്ക് PF ഉണ്ട്. PF മിനിമം 6% പിടിക്കും. പക്ഷെ അതൊരു ഡെപ്പോസിറ്റ് ആയിട്ട് അവിടെ കിടക്കും. നമുക്ക് തന്നെ ഒരു കുറച്ച് വർഷം കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് പിൻവലിച്ച് തുടങ്ങാൻ പറ്റും. അതല്ലെങ്കിൽ അവിടെ ഒരു ഡെപ്പോസിറ്റ് ആയിട്ട് കിടക്കും. അപ്പോൾ ആ രീതിയിൽ PF ഇതിൽ നിന്ന് പിടിക്കാനുണ്ട്. പിന്നെ നമുക്ക് NPS ഉണ്ട്. പുതിയ ജോയിൻ ചെയ്ത ആളുകൾക്കൊക്കെ NPS ഉണ്ട്, നാഷണൽ പെൻഷൻ സിസ്റ്റം. അതായത് നമ്മുടെ ബേസിക് പ്ലസ് DAയുടെ 10%ആണ് NPS ആയിട്ട് പിടിക്കുക. അതേ എമൗണ്ട് തന്നെ, എത്രയാണോ നമ്മളുടെ കയ്യിൽ നിന്ന് പിടിക്കുന്നത് അതേ എമൗണ്ട് തന്നെ സർക്കാരും നമുക്ക് വേണ്ടി ഈ ഷെയർ മാർക്കറ്റിലൊക്കെയാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് പെൻഷനായിട്ട് പിന്നീട് ലഭിക്കും. പിന്നീട് നമുക്ക് റിട്ടയർമെന്റ് സമയത്ത് ഒരു നിശ്ചിത ശതമാനം വരെ, ഓർമ്മ ശരിയാണെങ്കിൽ 60% ആണെന്ന് തോന്നുന്നത്, നിശ്ചിത ശതമാനം വരെ നമുക്കിത് പിൻവലിക്കാനുള്ള അവസരമുണ്ട്. അങ്ങനെ പിൻവലിച്ചു കഴിഞ്ഞാൽ പെൻഷൻ അതിനനുസരിച്ച് കുറയും. ആ രീതിയിലൊക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതും നമുക്ക് നഷ്ടമെന്ന് പറയാൻ പറ്റില്ല. NPS ആയിട്ടും PF ആയിട്ടും പിടിക്കുന്ന പൈസ നമ്മുടേതായിട്ട് തന്നെ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ 500 രൂപ പെർ മന്ത് മെഡിസപ്പ് ആയിട്ട്, മെഡിക്കൽ ഇൻഷുറൻസിന് വേണ്ടി മെഡിസപ്പ് എന്നുള്ള നിലക്ക്, പിന്നെ SLI, GIS എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ ചെറിയ സംഖ്യകളൊക്കെ പിടിക്കും. എങ്ങനെയായിരുന്നാലും ഒരു 40,000ന്റെ അടുത്ത് നിങ്ങൾക്ക് കയ്യിൽ ക്യാഷ് ആയിട്ട് തന്നെ കിട്ടും. ബാക്കിയുള്ള ഞാൻ ഈ പറഞ്ഞ സംഖ്യകളൊക്കെ അവിടെ ഡെപ്പോസിറ്റ് ആയിട്ട് നിങ്ങളുടെ പേരിൽ കിടക്കും. അപ്പൊ അത്യാവശ്യം നല്ല ഒരു സാലറി ഉള്ള ഒരു പോസ്റ്റ് തന്നെയാണ് ഈ പോസ്റ്റ് എന്ന് പറയുന്നത്. ഇതിന് അപേക്ഷിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് ജനുവരി 29 അപ്പം ഡിഗ്രി കഴിഞ്ഞ ആളുകളാണെങ്കിൽ, ഈ പറയുന്ന പ്രായപരിധിയിലുള്ള ആളുകളാണെങ്കിൽ നിർബന്ധമായിട്ടും ഇതിനുവേണ്ടി അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി നമ്മുടെ ടാൻഡം PSC എന്ന ടെലഗ്രാം ചാനലുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ സംശയമുണ്ടെങ്കിലും, ഏകദേശം 12 വർഷത്തോളമായിട്ട് ഈ സർക്കാർ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ ജോലി ചെയ്ത് പരിചയമുള്ള ഒരാൾ എന്നുള്ളതിലേക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ സംശയങ്ങൾ തീർത്തു തരാൻ വേണ്ടി സാധിക്കും. കഴിയുന്നതൊക്കെ തീർത്തു തരും. അല്ലാത്തത് കിട്ടുന്ന സോഴ്സുകളിൽ നിന്ന് അന്വേഷിച്ചിട്ട് പറഞ്ഞു തരാറുണ്ട്. ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒരു ഡിഗ്രിക്കാരനെ സംബന്ധിച്ചിടത്തോളം ലഭിക്കാവുന്നതിൽ വെച്ച് നല്ല ഒരു തസ്തിക തന്നെയാണ്. അതായത് ഒരു ഗ്ലാമർ പോസ്റ്റ് എന്ന് പറയാം. വർക്ക് ലോഡ് മറ്റ് LSTS എക്സാം ഇപ്പോൾ എടുത്ത് കഴിഞ്ഞു. LSTS എക്സാം കഴിഞ്ഞ ആളുകൾ ഉണ്ടാകും. പക്ഷെ അതിനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വർക്ക് ലോഡ് കുറവുള്ള, ടെൻഷൻ കുറവുള്ള ഒരു പോസ്റ്റാണ്. ശമ്പളം നോക്കുമ്പോൾ അതിനേക്കാൾ കുറച്ചൊരു കുറവാണെങ്കിൽ കൂടി ഒരു വർക്ക് ലോഡ് കുറവുള്ള, അതോടൊപ്പം പ്രൊമോഷൻ സാധ്യത കൂടുതലുള്ള ഒരു പോസ്റ്റാണ് സെക്രട്ടറി അസിസ്റ്റന്റ് പോസ്റ്റ്. അതുകൊണ്ട് തന്നെ ഒരു LSTS എക്സാമിന് തയ്യാറെടുക്കുന്ന ആളുകൾ, LSTS എക്സാമിന്റെ റിസൾട്ട് പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾ, ഒരു പക്ഷേ LSTS എക്സാം എഴുതിയിട്ട് നിങ്ങൾക്ക് ലിസ്റ്റിൽ വരാൻ സാധ്യത ഇല്ലാത്ത ആളുകളൊന്നും ടെൻഷൻ അടിക്കേണ്ട. അതിനേക്കാൾ നല്ലൊരു അവസരമാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. ഒരുപാട് പേർക്ക് നിയമനം ലഭിക്കുന്നതാണ്. അതോടൊപ്പം ടെൻഷൻ ഫ്രീ ആണ് LSTS സെക്രട്ടറി അപേക്ഷിച്ചിട്ട്. വലിയൊരു ടെൻഷനുള്ള ജോലിയാണ് LSTS സെക്രട്ടറി എന്ന് പറയുന്നത്. ഞാൻ ആരെയും നിരുത്സാഹപ്പെടുത്താൻ വേണ്ടി പറയല്ല. 12 വർഷമായിട്ട് ഒരു തദ്ദേശ സ്വയംഭരണ സെക്രട്ടറിയുടെ ടെൻഷനുകളും വർക്ക് ലോഡും കണ്ട് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അത്യാവശ്യം
റിസ്ക് ഉള്ള, എന്നാൽ ഒരു നല്ല പവറുള്ള ഒരു ഗസറ്റഡ് പോസ്റ്റാണ്. അത്യാവശ്യം താരതമ്യേന ഇതിനേക്കാളും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനേക്കാളും ശമ്പളം ഉണ്ട് എന്നത് ഒഴിച്ചാൽ ആ ഒരു പോസ്റ്റിന്റെ റിസ്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ആ ശമ്പളം കുറവാണ് എന്ന് തന്നെ പറയാം. അത്രയും ഒരു വർക്ക് ലോഡുള്ള ഒരു പോസ്റ്റാണ് LSCS സെക്രട്ടറി എന്ന് പറയുന്നത്. എന്നാലും ചെറുപ്പക്കാരാകുമ്പോൾ തരക്കേടില്ലാതെ അവിടെ ശോഭിക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷ. പഴയ ആളുകൾ, പ്രായമുള്ള സെക്രട്ടറിമാരെ പോലെയല്ല, നമ്മൾ കുറച്ചുകൂടിയൊക്കെ ഈ കമ്പ്യൂട്ടറൊക്കെ സ്പീഡിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ആളുകളായതുകൊണ്ട് തന്നെ കുറച്ചുകൂടിയൊക്കെ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വർക്ക് ലോഡിന് ഒരു പരിധി വരെയൊക്കെ കുറയും. എന്നിരുന്നാലും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വർക്ക് ലോഡ് കുറച്ച് കൂടുതലാണ് സെക്രട്ടറി. അത് മാത്രമല്ല പ്രൊമോഷൻ സാധ്യതയും കുറച്ചുകൂടി ഉള്ളത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോസ്റ്റിനാണ്. അതുകൊണ്ട് തന്നെ ഈ LSC സെക്രട്ടറി കിട്ടുമെന്ന് പ്രതീക്ഷയുള്ളവരും നിങ്ങൾക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് കൂടി നിങ്ങൾക്ക് അതിന്റെ കൂടെ നോക്കാം. എന്നിട്ട് ഏതാണ് നല്ലത് എന്നുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. രണ്ടും ഞാൻ പറയുന്നില്ല. ഒന്ന് ഗസറ്റഡ് പോസ്റ്റാണ്, അത്യാവശ്യം പവറുള്ള പോസ്റ്റാണ്. താരതമ്യേന ശമ്പളം സെക്രട്ടേറിയറ്റിനേക്കാൾ കുറച്ചുകൂടി കൂടുതലാണെങ്കിൽ കൂടി വർക്ക് ലോഡും അതേപോലെ ടെൻഷനും ഒക്കെ നോക്കുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള പ്രൊമോഷൻ സാധ്യതകളൊക്കെ ഉള്ള ഒരു അഡീഷണൽ സെക്രട്ടറി പോസ്റ്റിൽ വരെ എത്താൻ പറ്റുന്ന ഒരു തസ്തികയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധയോടുകൂടി, സമയമുണ്ട്, ഇഷ്ടംപോലെ സമയമുണ്ട്. മെയിൻ എക്സാം കഴിയുമ്പോഴേക്ക് ഏകദേശം ഒരു 10 മാസത്തിനടുത്തൊക്കെ നിങ്ങൾക്ക് ടൈം കിട്ടും. അപ്പോൾ നന്നായി പഠിക്കാനുള്ള ടൈമുണ്ട്. കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചുകൊണ്ട് തയ്യാറെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ സെക്രട്ടറി അസിസ്റ്റന്റിന്റെ ലിസ്റ്റിൽ കയറി പറ്റാൻ വേണ്ടി ശ്രമിക്കും. നല്ല റാങ്കിൽ തന്നെ കയറി പറ്റാൻ വേണ്ടി ശ്രമിക്കും. എല്ലാവർക്കും വിജയം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.